ഹായ് ഫ്രണ്ട്സ്, വിജയനും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ സിറ്റ എങ്ങനെ നമുക്ക് അൺലോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന വയറിങ് ചെയ്യുന്നവരും പിന്നെ പ്ലംബിംഗ് ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതെല്ലാവരും യൂസ് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ പുതിയ വീഡിയോയിലേക്ക് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിൽ കിടക്കാം. ഇപ്പം ഞാൻ രണ്ടെണ്ണം വെച്ച് ലോക്കാക്കി ഇട്ടേക്കുവാണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ലോക്കാക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കിത് ലോക്ക് അഴിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ സ്വിഫ്റ്റിയുടെ ഒരു പ്രത്യേകമാണ്, നമുക്ക് ലോക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ, അത് ലോക്ക് അഴിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ എത്ര പുറമോട്ട് വലിച്ചാലും ഇത് ലോക്കാവാണ്. അപ്പോൾ ഇത് ലോക്ക് അഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പം നമുക്ക് ചെറിയൊരു ട്രിക്ക് വെച്ച് നമുക്കിത് ലോക്ക് അഴിക്കാമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ലോക്ക് അഴിക്കാൻ പറ്റും. പിന്നെ നമുക്കിത് റീയൂസ് ചെയ്യാനും പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ലോക്ക് അഴിക്കാൻ ഒരു സാധനം ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ചെറിയൊരു പിന്ന് മാത്രം മതി, അല്ലെങ്കിൽ സൂചി. അപ്പോൾ നമുക്കിത് സൂചി എടുക്കാം. നമ്മുടെ സിറ്റിയുടെ ലോക്ക് ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ആ ലോക്കിൻ്റെ ജസ്റ്റ് അവിടെ നമ്മുടെ ആ സൂചി ഇതുപോലെ ഇറക്കി പോവുക. നമ്മൾ സൂക്ഷിച്ചൊക്കെ ചെയ്യണം, നമ്മുടെ കയ്യിലൊക്കെ കൊള്ളായിരിക്കും നോക്കണം. അപ്പോൾ നമ്മളിത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വെച്ചാൽ മതി. അപ്പം നമുക്ക് ആ ലോക്ക് അതുപോലെ ഒന്ന് പൊക്കി കൊടുക്കുകയാണ്. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ. അപ്പം നമ്മുടെ കയ്യിലും വിരലിലൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. നല്ലോണം നമുക്ക് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മളിതുപോലെ നമ്മുടെ പുറമോട്ട് വെച്ചത് ഇടത്തെ കൈ കൊണ്ട് ചെറുതായിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മളെ ആ ലോക്ക് അഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിലാണ് ഈ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ സൂചി ഇതുപോലെ അകത്ത് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് എടുക്കാനേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ വളരെ എളുപ്പത്തിലാണ് ലോക്ക് അഴിച്ചത്. ഇപ്പം നമുക്കതൊന്നും പോയിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ റീയൂസ് ചെയ്യാനും പറ്റും. നമുക്കിത് എത്ര വട്ടം വേണമെങ്കിലും ഇപ്പോൾ റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്തതിൻ്റെ ലോക്ക് ഇതുപോലെ അഴിക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ആ സ്വിഫ്റ്റിയുടെ ആ ലോക്കിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ആ പിന്ന് ഇതുപോലെ ഇറക്കി വെക്കാം. അപ്പോൾ നമുക്കിതുപോലെ ജസ്റ്റ് ആ പിന്ന് ഇതുപോലെ ഇറക്കി വെച്ചിട്ട് ഇതുപോലെ പിന്നെ നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ആ സിറ്റ് പുറമോട്ട് ജസ്റ്റ് വലിച്ചാൽ മതി. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആ ലോക്ക് അഴിക്കാൻ പറ്റുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ലോക്ക് അഴിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ നമുക്കത് വളരെ എളുപ്പത്തിലാണ് ലോക്ക് അഴിക്കാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവരിതുപോലെ ഈ സിറ്റ് എടുത്ത് ഇങ്ങനെ കളിക്കുമ്പം ഇതുപോലെ നല്ലോണം ലോക്കായാൽ നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് തന്നെ നമുക്കത് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു പിന്ന് ഉപയോഗിച്ച് നമുക്കത് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അപ്പം നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. മുമ്പേ പറഞ്ഞ തന്നെ നമ്മൾ വിരലിലൊക്കെ കൊണ്ട് മുറിയാനൊക്കെ സാധ്യതയുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ ലോക്ക് അടിക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര വട്ടം ആണെങ്കിലും ലോക്കായാൽ നമുക്കിത് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതുപോലെ അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ഇത് എത്ര വട്ടം വേണമെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലെ നമുക്ക് ലോക്കായി ഇതുപോലെ അൺലോക്ക് ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ചെറിയൊരു മുറി പൈപ്പും പിന്നെ ചെറിയൊരു മുറി വയറും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് നമ്മൾ അൺലോക്ക് ചെയ്ത സെറ്റ് വെച്ച് തന്നെ ഇപ്പോൾ ലോക്ക് ചെയ്യുകയാണ്. അപ്പം ഞാനിപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് ഇപ്പോൾ ലോക്ക് ചെയ്യുന്നത്. നമുക്ക് ലോക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ ലോക്ക് ചെയ്തേക്കുന്നത്. നല്ല ടൈറ്റായിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഈ സിഫ്റ്റ് അൺലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ പിന്നിനെ എടുക്കാം. പിന്നെടുത്തിട്ട് നമുക്ക് ആ വാക്ക് ചെയ്യുന്ന സിഫ്റ്റിയുടെ വാക്ക് നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് നമ്മുടെ ആ പിന്ന് അതുപോലെ ഇറക്കി വെക്കാം. നമ്മൾ ഇതുപോലെ തന്നെ ഇതുപോലെ ഇറക്കി വെച്ചിട്ട് നമ്മുടെ ആ വാക്ക് ചെയ്യുന്ന സിഫ്റ്റ് ഇതുപോലെ നേരെ വെക്കാം. നേരെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കറക്കി കൊടുത്താൽ മതി നമ്മുടെ ആ സിഫ്റ്റ്. അപ്പോൾ നമ്മൾ ആ പിന്ന് അതുപോലെ ഇറക്കി വെക്കാൻ തന്നെ അത് ജസ്റ്റ് ലൂസായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പം നമ്മൾ എത്ര കറക്കുന്നതനുസരിച്ച് പെട്ടെന്ന് അത് അൺലോക്ക് ആവും.
ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ സ്വിഫ്റ്റ് ഇപ്പം നല്ലോണം ലൂസാണ്. നമ്മുടെ ഡെമോ കാണിക്കാൻ യൂസ് ചെയ്ത മുറി വയറൊക്കെ ഊരി വരുന്നുണ്ട്. അപ്പം നമുക്കതിൽ ആ പൈപ്പ് കൂടി ഒന്ന് മാറ്റാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു ഒറിജിനാലിറ്റി ഇടുന്നത് നമുക്ക് ആ സ്വിഫ്റ്റ് ഇതുപോലെ പിന്നെ ഇറക്കി വെച്ചിട്ട് കറക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആ സ്വിഫ്റ്റ് ഇതുപോലെ അൺലോക്ക് കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു ഡെമോ കാണിച്ചത്. അപ്പം നമുക്ക് ആ പൈപ്പ് ഇതുപോലെ മാറ്റിയിട്ട് നമുക്ക് മുമ്പ് ചെയ്തതുപോലെ ആ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ആ സ്വിഫ്റ്റ് ഇതുപോലെ അൺലോക്ക് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ വളരെ എളുപ്പത്തിലാണ് ആ സ്വിഫ്റ്റ് അൺലോക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ അൺലോക്കായി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതല്ല, നമുക്ക് നല്ല എളുപ്പത്തിൽ നമ്മൾ അൺലോക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമുക്കിത് എത്ര വട്ടം വേണമെങ്കിലും റീയൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പം നല്ലൊരു ട്രിക്ക് തന്നെയാണിത്. ഇതുപോലെ സ്വിഫ്റ്റ് ലോക്കായാൽ നമുക്ക് ഒരു പിന്നുകൊണ്ട് തന്നെ നമുക്കിത് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് എത്ര വട്ടം വേണമെങ്കിലും റീയൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കൂടുതൽ ഉപകാരപ്പെടുന്ന പ്ലംബിങ് ചെയ്യുന്നവർ പിന്നെ വയറിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഇത് അറിയാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളിതിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോയിലേക്ക് അടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബായ്.